ശരീരത്തിലെ ഈ ഒരു കണ്ടന്റ് കുറഞ്ഞു കഴിഞ്ഞാലും പീരിയഡ് ഇഷ്യൂസ് കാണാം. അതായത് നിങ്ങളുടെ പീരിയഡ്സ് വൈകി വരാം, ഇറഗുലർ ആവാം, ബ്ലീഡിങ് കൂടാം, ഫ്ലോ വളരെ കുറവാവാം, അതുപോലെ പീരിയഡ്സ് സമയത്തുണ്ടാകുന്ന ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ക്ഷീണം, ഇവയെല്ലാം ശരീരത്തിൽ അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും കാണാം. കാരണം നമ്മുടെ ശരീരത്തിൽ മിക്ക ഹോർമോൺസിൻ്റെയും ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു എസെൻഷ്യൽ ന്യൂട്രിയൻ്റ് ആണ് അയൺ. സോ ഇതിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് ആണ് ഇതിന് കാരണം. ഇതോടൊപ്പം ഇതിൻ്റെ മറ്റു ലക്ഷണങ്ങളും കാണുന്നു. അതായത് വിട്ടുമാറാത്ത ക്ഷീണം, തലചുറ്റൽ, അമിതമായിട്ടുള്ളൊരു മുടി കൊഴിച്ചിൽ, ശ്വാസതടസ്സം, മന്ദത, മൂഡ് സ്വിങ്സ് ഇവയെല്ലാം കാണുന്നുവെങ്കിൽ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. HB, സിറം ഫെറിറ്റിൻ ഇവയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഡെഫിഷ്യൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ സപ്ലിമെൻറ്റ്സ് എടുക്കുക. അതുപോലെ അയൺ റിച്ച് ആയിട്ടുള്ളൊരു ഡയറ്റ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇതിൻ്റെ സോഴ്സസ് എന്ന് പറയുമ്പോൾ ഇലക്കറികൾ, ബീട്രൂട്ട്, റെഡ് മീറ്റ്, ലിവർ, അനാറ് ഇതെല്ലാം ഇതിൻ്റെ റിച്ച് സോഴ്സസ് ആണ്. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പീരീഡ് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് OP വരുന്ന മിക്ക കേസസിലും അയൺ ഡെഫിഷ്യൻസി കാണുന്നുണ്ട്. സ്ത്രീകളിൽ ഇത് വളരെ കോമൺ ആണ്, അവഗണിക്കരുത്. ഈ ലക്ഷണങ്ങളും കൂടെ കാണുന്നുവെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക.